കാലവർഷം കേരളത്തിലെത്തുന്നതിന് മുന്നോടിയായി 2 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് നൽകിയത്. നാളെ 5 ജില്ലകൾക്ക് റെഡ് അലർട്ട് ഉണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. അതേസമയം മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. നഗരത്തിലെ മിക്കയിടങ്ങളിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 12ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കാലവർഷം നേരത്തെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിച്ച മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 5 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഇന്ന് മിക്ക ജില്ലകൾക്കും ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ തീരത്ത് അതിശക്തമായിട്ടുള്ള കാറ്റ് ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 59 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന ഒരു സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിലും കടൽ കയറ്റത്തിനും സാധ്യതയുണ്ട്. വിഴിഞ്ഞം തീരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ പതിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കെടുതികൾ, അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം തുടങ്ങിയ മഴക്കെടുതികൾ ഉണ്ടാകുമ്പോൾ ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. റവന്യൂ അധികൃതരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിതീവ്ര മഴയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കഴിഞ്ഞ 2 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികളും ഉണ്ടായത്. 12ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നുപോയി. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിന്റെ റൂഫ് മഴയിലും കാറ്റിലും തകർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ മരം കടപുഴകി വീണ് കൊല്ലം സ്വദേശിക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മഴക്കെടുതി തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുണ്ട്. രാവിലെ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പിൻവശമുള്ള പ്രസ് ക്ലബിന് സമീപം കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം കനകകുന്ന് മ്യൂസിയം മേഖലകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. എൻ്റെ കേരളം സ്റ്റോളുകൾ മഴയിൽ പൂർണ്ണമായിട്ട് തകർന്നു. പേട്ട, വള്ളക്കടവ്, ചാക്ക, പള്ളിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ, വഞ്ചൂർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മഴവെള്ളക്കെടുതി അല്ലെങ്കിൽ വെള്ളക്കെടുതിയിലായി. വെള്ളക്കെട്ടുണ്ടായി എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ KSDMA ആസ്ഥാനത്തെത്തി വിദഗ്ധരുമായി സംസാരിക്കും. മഴക്കെടുതികളെ പറ്റി സംസാരിക്കും. അതോടൊപ്പം തന്നെ മഴക്കെടുതികൾ പരിഹരിക്കാനുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ജില്ലയിലെ MLA-മാരും ജനപ്രതിനിധികളെയും ചേർത്തുകൊണ്ട് മഴക്കെടുതികളുടെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലൊരു മഴക്കെടുതി തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുണ്ട്. കാലവർഷം ഏതാണ്ട് നേരത്തെ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. 27-ാം തീയതിയോടുകൂടി, ഈ മാസം 27-ാം തീയതിയോടുകൂടിയാണ് മൺസൂൺ തീരത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് മുന്നേ തന്നെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ലഭിക്കുന്നത്. ഈ വർഷത്ത് ഏറ്റവും കൂടുതൽ വേനൽ മഴ കുറവായി ലഭിച്ചതെങ്കിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ലഭിക്കുന്ന മഴ അത് വേനൽ മഴയ്ക്ക് സമാനമായ മഴയാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ഒരു നിർദ്ദേശമെന്ന് പറയുന്നത്. എന്തായാലും അതിതീവ്ര മഴയിലേക്ക് കേരളം പോകുന്നു. കേരളത്തെ കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനങ്ങളാണ് വരുന്നത്. ദേവിക.